വിശദമായി നോക്കാം. കളമശ്ശേരിയിൽ യൂത്ത് കോൺഗ്രസ് KSU പ്രതിഷേധ മാർച്ചിന് നേരെ പോലീസ് ലാത്തിചാർജ്. നിരവധി പ്രവർത്തകർക്ക് പ്രതിഷേധ സമരങ്ങൾക്ക് എതിരായ പോലീസ് നടപടിക്കെതിരെ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ചില പ്രവർത്തകരെ പോലീസ് വളഞ്ഞിട്ട് തല്ലി. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസിന് നേരെ കല്ലെറിഞ്ഞു. പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, പ്രതിഷേധങ്ങൾക്കെതിരെ ഉള്ള പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് നടത്തിയ മാർച്ചിൽ അത് ഒടുവിൽ സംഘർഷത്തിൽ കലാശിച്ചിരിക്കുകയാണ്. നിലവിലത്തെ സാഹചര്യം എങ്ങനെ? വിശദാംശങ്ങൾ. ഇപ്പോഴും ഒരു സംഘർഷാവസ്ഥയ്ക്ക് അല്പം അയവ് വന്നിട്ടുണ്ട്. നേരത്തെ ഇവിടെ നടന്ന സംഘർഷത്തിൽ പോലീസിനെ ലാത്തിവീശേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. പ്രവർത്തകരുടെ ഒരു പ്രതിഷേധം, അതോടൊപ്പം തന്നെ പോലീസിന് നേർക്ക് പ്രവർത്തകർ അവരെ കയ്യേറ്റം ചെയ്യുന്നു എന്നൊരു ആക്ഷേപമാണ് പോലീസുകാർക്കുണ്ടായിരുന്നത്. അതിന് ശേഷമാണ് പോലീസ് ലാത്തിവീശയും തുടർന്ന് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിൽ തിരിച്ചടിയും ഉണ്ടായിരുന്നു. പ്രവർത്തകരും പോലീസിന് നേർക്ക് കല്ലേറ് നടത്തി എന്നാണ് ഒരു ആക്ഷേപമുള്ളത്. പക്ഷേ വലിയ രീതിയിൽ തന്നെ പ്രവർത്തകർക്ക് നേരെ വീശുകയും തുടർന്ന് 5ഓളം പേർക്ക് പരിക്ക് പറ്റുകയും 2 പോലീസുകാർക്ക് തിരിച്ചുള്ള കല്ലേറിലും മറ്റും പരിക്ക് പറ്റുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇപ്പോൾ ഈ സ്ഥലത്ത് നിന്ന് മുതിർന്ന നേതാക്കളെ അടക്കം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ ഇതുവരെയും പോലീസ് ഇവിടെ നിന്ന് നീക്കിയിട്ടില്ല. അതോടൊപ്പം ഭാരവാഹികൾ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികളടക്കം ഇവിടെ ഉണ്ടായിരുന്നു. ഇവരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. പ്രവർത്തകർ പല മേഖലകളിലായി റോഡിനെ മറ്റു പല വശങ്ങളിലായിട്ട് പ്രവർത്തകർ ഇപ്പോഴും കേന്ദ്രീകരിച്ചിട്ടുണ്ട്. സംഘർഷാവസ്ഥയ്ക്ക് ഇപ്പോൾ അയവ് വന്നിട്ടുണ്ടെങ്കിലും പോലീസ് ശക്തമായി ഇവിടെ തന്നെ തുടരുകയും ചെയ്യുകയാണ്. വലിയ രീതിയിൽ ഇവിടെ അല്പസമയം മുൻപ് വലിയ രീതിയിൽ തന്നെയായിരുന്നു ഒരു സംഘർഷ അവസ്ഥയുണ്ടായിരുന്നത്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല. വീണ്ടും പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അടക്കം ഇപ്പോഴും ഇവിടെ പ്രതിഷേധം ഇനി വരും ദിവസങ്ങളിൽ കനപ്പിക്കാനാണോ? പുറയുന്നു വന്ന് അടിച്ചത് വരും ദിവസങ്ങളിലും പ്രതിഷേധം ആ രീതിയിലേക്ക് തന്നെ തുടർന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവുമായി അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വലിയ രീതിയിൽ പ്രവർത്തകരും അതോടൊപ്പം തന്നെ പോലീസും ഇവിടെ കേന്ദ്രീകരിച്ചിരുന്നു. നേരത്തെയും പ്രതിഷേധ മാർച്ച് ഇവിടേക്ക് നടന്നപ്പോഴും എല്ലാം തന്നെ അത് സംഘർഷത്തിന്റെ വക്കോളം എത്തിപ്പിരിക്കുകയായിരുന്നു. പക്ഷേ ഇത്തവണ 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ട് പ്രവർത്തകർ പിരിഞ്ഞു പോകാതിരുന്നു. പിന്നീട് ഈ അസിസ്റ്റന്റ് കമ്മീഷണറെ നക്ഷത്രം വലിച്ചെടുത്തു എന്നാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് പറയുന്നത്. അതിനുശേഷമാണ് ഇതൊരു വലിയ രീതിയിലേക്ക് പോലീസ് ലാത്തിവീശുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും തുടർന്ന് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പോലീസിനെ നേരിടുന്ന ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തിരുന്നു. ചില ഭാഗത്തുനിന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുമ്പോൾ അവിടെ ജീപ്പ് തുറന്ന് ചില പ്രവർത്തകർ അതിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയെന്നടക്കം പറയുകയുണ്ടായിരുന്നു. അങ്ങനെ വലിയ സംഘർഷാവസ്ഥയുടെ ഒരു മുൻപായിരുന്നു കുറച്ചു മുൻപ് വരെ കളമശ്ശേരി ഉണ്ടായിരുന്നു. ഇപ്പോൾ DCC പ്രസിഡന്റ് ചേരുന്നു. ഷിയാസ്, വീണ്ടും സമരം തുടരുക അല്ലെങ്കിൽ പ്രതിഷേധം തുടരുക എന്ന് തന്നെയാണോ? അല്ല, പോലീസിന്റെ ഈ കിരാതവാഴ്ചക്കെതിരായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭം ഉണ്ടാകും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന്. ഇന്ന് പോലീസാണ് മനഃപൂർവ്വം
പുറകിൽ നിന്ന് സമരക്കാർക്ക് പുറകിൽ നിന്ന് 100ഓളം വരുന്ന പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടത്തിയ അതിക്രമമാണ്. പോലീസിനെതിരെ പ്രകോപനപരമായി ഈ സമരത്തിലൊന്നും ഉണ്ടായില്ല. ഇന്ന് ജലപീരങ്കി പ്രയോഗിച്ചതിന് ശേഷം പിരിഞ്ഞു പോകാൻ നിന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ പുറകിലൂടെ വന്ന് ആസൂത്രിതമായിട്ടുള്ള അതിക്രമമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള കരിങ്കൊടി പ്രയോഗങ്ങളും പോലീസിനെതിരായിട്ടുള്ള സമരങ്ങളും നിരവധി സമരങ്ങൾ നടക്കുന്നതുകൊണ്ട് സമരക്കാരെ ഇനി ഈ നികുതിക്കെതിരായി ഇനി ആരും സമരം ചെയ്യേണ്ട എന്നുള്ള രീതിയിലുള്ള അതിക്രമങ്ങളായിരുന്നു. ഇപ്പോൾ പല പോലീസുകാരും പറയുന്നുണ്ട് ഇനി സമരമൊന്നും വേണ്ട, നിന്റെ സമരമൊക്കെ ഇവിടെ അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് ആക്രമിച്ചത്. പോലീസുകാരുടെ അക്രമത്തിൽ നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കുണ്ട്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റും. ഇപ്പോൾ കുറേ പേരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നു. അത് ആരൊക്കെയാണ് പരിക്ക് എന്നുള്ളത് നോക്കിയിട്ട് അതിൻ്റെ തുടർ നടപടികൾ ഉണ്ടാകും. പോലീസിൻ്റെ ഈ കിരാത വാഴ്ചയ്ക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രക്ഷോഭം അത് എറണാകുളത്തും കേരളത്തിലും മുഴുവൻ ഉണ്ടാകും. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസാണ് സംസാരിച്ചത്. വരും ദിവസങ്ങളിലും പ്രതിഷേധ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. നേരത്തെയും കളമശ്ശേരി കേന്ദ്രീകരിച്ചുള്ള പ്രതിഷേധ സമരങ്ങൾ അത് വലിയ രീതിയിൽ തന്നെ വലിയ പ്രതിഷേധങ്ങളായി മാറിയിരുന്നു. അതിന് തുടർച്ച തന്നെയാണ് ഇന്നും കണ്ടത്. ഇന്ന് ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേരിട്ടെത്തി സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. അതിനുശേഷമാണ് വലിയ രീതിയിലേക്ക് ഈ പ്രവർത്തകരും അതോടൊപ്പം തന്നെ പോലീസും ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയത്. രമ്യ, ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. പ്രതിഷേധങ്ങൾക്കെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് KSU നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിരിക്കുകയാണ്. ലാത്തിചാർജ്, ജലപീരങ്കി അടക്കം പോലീസ് പ്രയോഗിച്ചു. പൊതിരെ തല്ലുന്ന നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഇത്തരത്തിൽ പോലീസിന് നേരെ കല്ലെറിയുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും വലിയ രീതിയിലുള്ള സംഘർഷ സാഹചര്യമാണ് കളമശ്ശേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉണ്ടായത്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. മറ്റ് വാർത്തകളിലേക്ക്. അസാധാരണ സുരക്ഷ ഒരുക്കിയിട്ടും പ്രതിഷേധം തുടരുന്നതിനിടെ തിരുവനന്തപുരം വെള്ളാറിലെ പരിപാടി മുഖ്യമന്ത്രി അവസാന നിമിഷം റദ്ദാക്കി. തിരുവനന്തപുരത്ത് വിമാനമിറങ്ങിയ മുഖ്യമന്ത്രി നേരെ ക്ലിഫ് ഹൌസിലേക്ക് പോവുകയായിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ കണ്ണൂരിൽ ഇന്നും കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായി. അഞ്ചരക്കണ്ടിയിൽ വെച്ച് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് കരിങ്കൊടി കാണിച്ചത്. കനത്ത സുരക്ഷാ സന്നാഹങ്ങൾക്ക് നടുവിൽ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോകുന്നതിനിടെയാണ് രാവിലെ കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ വെച്ച് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. മണിയോടെ ഡൊമസ്റ്റിക് എയർപോർട്ടിൽ വിമാനമിറങ്ങിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാർഗോ കോംപ്ലക്സ് വഴിയാണ് ക്ലിഫ് ഹൌസിലേക്ക് മടങ്ങിയത്. പ്രതിഷേധത്തിന് സാധ്യത കണക്കിലെടുത്ത് പ്രധാന ജംഗ്ഷനുകളിലെല്ലാം പോലീസ് സുരക്ഷ കർശനമാക്കിയിരുന്നു. വെള്ളാർ ക്രാഫ്റ്റ് വില്ലേജിൽ പൊതുപരിപാടി നിശ്ചയിച്ചിരുന്നെങ്കിലും അവസാന നിമിഷം റദ്ദാക്കി. പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ മേൽനോട്ടത്തിലാണ് മുഖ്യമന്ത്രിക്ക് കടന്നുപോകാനുള്ള റൂട്ട് തയ്യാറാക്കുന്നത്. ന്യൂസ് 18 കണ്ണൂർ, തിരുവനന്തപുരം. കരിങ്കൊടി പ്രതിഷേധത്തിനെതിരായ പോലീസ് നടപടി ചോദ്യം ചെയ്ത ഹർജി ഹൈക്കോടതി തള്ളി. പ്രതിഷേധക്കാർക്കെതിരായ പോലീസ് നടപടികൾ നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ് തള്ളിയത്. പാലാരിവട്ടത്ത് നേരത്തെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചതിന് അറസ്റ്റിലായവർ നൽകിയ ഹർജിയാണ് കോടതി തള്ളിയിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നടപടി. നടിയെ ആക്രമിച്ച കേസിൽ മഞ്ജു വാര്യർ സാക്ഷി വിസ്താരത്തിനായി കോടതിയിൽ 12 മണിയോടെയാണ് മഞ്ജു വാര്യർ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹാജരായത്.
സംവിധായകൻ ബാലചന്ദ്രകുമാർ ഹാജരാക്കിയ ശബ്ദരേഖകൾ തിരിച്ചറിയുന്നതിനു വേണ്ടിയാണ് മഞ്ജുവിനെ വീണ്ടും വിസ്തരിക്കുന്നത്. ദിലീപ്, സഹോദരൻ അനൂപ് തുടങ്ങിയവരുടെ ശബ്ദരേഖകളാണ് ബാലചന്ദ്രകുമാർ ഹാജരാക്കിയത്. സുവി വിശ്വനാഥൻ വാർത്തയുടെ വിവരങ്ങൾ നൽകും. സുവി, ഈ കേസിൽ ഏറെ നിർണായകമാകുന്ന മൊഴികളാണ് മഞ്ജു വാര്യരുടേത്. ഈ വിസ്താരം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് സുവി? ആര്യ, നടിയെ ആക്രമിച്ച കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇന്ന്. നടിയെ ആക്രമിച്ച കേസിൽ മഞ്ജു വാര്യരുടെ സാക്ഷി വിസ്താരമാണ് നടക്കാൻ പോകുന്നത്. പ്രോസിക്യൂഷൻ സാക്ഷിയായിട്ടാണ് മഞ്ജു വാര്യരെ വിസ്തരിക്കുന്നത്. ഡിജിറ്റൽ തെളിവ്, ദിലീപിനെതിരായ ഡിജിറ്റൽ തെളിവുകൾ പ്രോസിക്യൂഷൻ സമർപ്പിച്ചിരുന്നു. അതിന്റെ ഒരു അക്കാര്യത്തിൽ ഒരു അത് സംബന്ധിച്ച വിസ്താരത്തിനാണ് മഞ്ജു വാര്യരെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. മഞ്ജു വാര്യരെ വിളിച്ചു വരുത്തരുത് എന്നും ഈ വിസ്താരം നടത്തരുത് എന്നും ഇത് വിചാരണ ദീർഘിപ്പിക്കാനുള്ള പ്രോസിക്യൂഷന്റെ അടവാണ് എന്നും പറഞ്ഞുകൊണ്ട് ദിലീപ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ സുപ്രീം കോടതി ദിലീപിന്റെ ഈ കാര്യങ്ങളെല്ലാം തന്നെ നിരാകരിക്കുകയും വിചാരണ കോടതിയാണ് ഇക്കാര്യങ്ങളിൽ ആരെയെല്ലാം സാക്ഷികളാക്കണമെന്ന് തീരുമാനിക്കേണ്ടത് വിചാരണ കോടതിയാണ് എന്ന് പറയുകയുമായിരുന്നു. ഏതായാലും സംവിധായകൻ ബാലചന്ദ്രകുമാർ സമർപ്പിച്ച ശബ്ദരേഖകൾ നടൻ ദിലീപിന്റെ സഹോദരൻ അനൂപ്, ദിലീപിന്റെ സുഹൃത്ത് ശരത്ത്, ദിലീപിന്റെ സഹോദരി ഭർത്താവ് സുരാജ് എന്നിവരുടെ ശബ്ദ സാമ്പിളുകളാണ് മഞ്ജു വാര്യർ തിരിച്ചറിയേണ്ടത്. ഇത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലും മറ്റും പോയി ശബ്ദ സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. അത് ഫോറൻസിക് ലാബിലും മറ്റും പരിശോധിച്ച് അതിന്റെ റിപ്പോർട്ടും അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയതാണ്. അതിനുശേഷം ഒരു പിൻബലം എന്ന രീതിയിലാണ് ഇപ്പോൾ മഞ്ജു വാര്യരുടെ മൊഴി കൂടെ ഈ കാര്യത്തിൽ രേഖപ്പെടുത്തുന്നത്. ഏതായാലും മഞ്ജു വാര്യരുടെ മൊഴി രേഖപ്പെടുത്താൻ വേണ്ടി മഞ്ജു വാര്യർ 12 മണിയോടുകൂടിയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹാജരായിരിക്കുന്നത്. ആദ്യം പ്രോസിക്യൂഷൻ സാക്ഷി വിസ്താരം നടത്തും. അതിനുശേഷം പ്രതിഭാഗവും സാക്ഷി വിസ്താരം ഇന്ന് തന്നെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആര്യ, ശരി. സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്. സാക്ഷി വിസ്താരത്തിനായി മഞ്ജു വാര്യർ കോടതിയിൽ ഹാജരായിരിക്കുന്നു. വരും ദിവസങ്ങളിൽ സാക്ഷി വിസ്താരം സുപ്രീം കോടതിയിൽ അദ്ദേഹം പറഞ്ഞത് മൊത്തം വ്യാജമാണ്. കാരണം ഞാൻ ഇപ്പൊ പോലും ഹോസ്പിറ്റലിൽ നിന്ന് ഡയാലിസിസ് റൂമിന്റെ പുറത്തിറങ്ങിയിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഞാൻ റൂമിനകത്തായിരുന്നു. എന്നിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ടാണ് സംസാരിക്കുന്നത്. മഞ്ജു വാര്യർ കോടതിയിൽ എത്തിയതായിട്ട് വാർത്തകളിൽ നിന്ന് കണ്ടു. വളരെ സന്തോഷം നൽകുന്നു. അവരൊരു സത്യസന്ധയായി പെരുമാറുന്ന സംസാരിക്കുന്ന ഒരു സ്ത്രീ എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അവർക്ക് പറയാനുള്ളത് സത്യസന്ധമായി കോടതിയിൽ പറയുമെന്നുള്ള വിശ്വാസമുണ്ട്. RSSുമായുള്ള ചർച്ച അർത്ഥശൂന്യമെന്ന ജമാഅത്തെ ഇസ്ലാമി മുഖമാസികയിലെ ലേഖനം ചർച്ചയാകുന്നു. നവംബർ മാസത്തിലെ പ്രബോധനം വാരികയിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് RSSുമായുള്ള ചർച്ചകൾ ബുദ്ധിശൂന്യതയാണെന്ന് പറയുന്നത്. 2 മാസം കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് മാറിയത് എങ്ങനെയെന്ന് വിശദീകരിക്കാൻ നേതൃത്വം തയ്യാറായില്ല. RSS ആചാര്യനും അർത്ഥശൂന്യമായ ചർച്ചകളും എന്നാണ് നവംബർ ആദ്യവാരത്തിലെ പ്രബോധനത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിന്റെ തലക്കെട്ട്. RSS സർസംഘചാലക് മോഹൻ ഭഗവത്തിന്റെ വിജയദശമി പ്രസംഗത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന ലേഖനം മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ SY ഖുറേഷിയുടെ നേതൃത്വത്തിൽ RSSുമായി നടക്കുന്ന ചർച്ചകളെ നിശിതമായി വിമർശിക്കുന്നു. കാഫിർ എന്ന പ്രയോഗം ഒഴിവാക്കണം, പശുക്കളെ കൊല്ലരുത് തുടങ്ങിയ മോഹൻ ഭഗവത്തിന്റെ ആവശ്യങ്ങളെക്കുറിച്ചും ലേഖനം വിശദീകരിക്കുന്നുണ്ട്. ഒട്ടും വിശ്വാസയോഗ്യമല്ലാത്ത പ്രസ്ഥാനത്തോടാണ് ഖുറേഷിയും സംഘവും ചർച്ചയ്ക്ക് പോകുന്നതെന്നും റഷീദുദ്ദീന്റെ ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നു. RSSനോടുള്ള സംസാരം ബുദ്ധിശൂന്യതയാണെന്നും കൂടിക്കാഴ്ച നാടകമാണെന്നുമൊക്കെ വിമർശനങ്ങൾ നീളുന്നുണ്ട്. എന്നാൽ RSSുമായുള്ള ചർച്ചയിൽ കാര്യമില്ലെന്ന നിലപാട് എങ്ങനെ മാറിയെന്ന് വിശദീകരിക്കാൻ ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം തയ്യാറല്ല. അതിന്റെ ഉള്ളടക്കം പരിശോധിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റുമോ? പരിശോധിക്കാം. ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് മാറ്റത്തിന് പിന്നിൽ ഭയമാണെന്ന വിമർശനം സമസ്തയടക്കമുള്ള സംഘടനകൾ ഉന്നയിക്കുന്നുണ്ട്. 2 മാസം കൊണ്ടുള്ള നിലപാട് മാറ്റത്തിന് പിന്നിൽ എന്തെന്ന ചോദ്യം സമൂഹ മാധ്യമങ്ങളിലും ഉയരുന്നു. അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18, കോഴിക്കോട്. RSS ജമാഅത്തെ ഇസ്ലാമി ചർച്ചയെ ചൊല്ലി രാഷ്ട്രീയ പോര്. മുഖ്യമന്ത്രിക്ക് പിന്നാലെ കോൺഗ്രസിനെതിരെ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും രംഗത്ത് വന്നു. ഇസ്ലാം വർഗീയവാദത്തിന്റെ കേന്ദ്രമാണ് ജമാഅത്തെ ഇസ്ലാമിയെന്നും കോൺഗ്രസ്, ലീഗ്, വെൽഫെയർ പാർട്ടി അന്തർധാര വ്യക്തമാണെന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. ജമാഅത്ത് ഇസ്ലാമാണ് അതിന്റെ മുഖ്യ കണ്ണി. അവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട വർഗീയവാദി. ഈ ഇന്ത്യയിലെ ഹിന്ദു വർഗീയവാദത്തെ ഞങ്ങളാണ് പ്രതിരോധിക്കുക എന്ന് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാം വർഗീയവാദത്തിന്റെ കേന്ദ്രമാണ് ഈ ജമാഅത്ത് ഇസ്ലാം.
ജനസ്വാധീനം ജമാഅത്ത് ഇസ്ലാമിന് കാര്യത്തില്ല. പിന്നെന്താ ഒന്നുകൊണ്ടെന്താ? ശരി. ഞങ്ങൾ ഒറ്റക്കല്ല, ഞങ്ങളോടൊപ്പം കുറേ സംഘടനകൾ കൂടി ചേർന്നിട്ടാണ് RSSുമായി ചർച്ച നടത്തിയത് എന്ന് പറയണമെന്നാണോ? അല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ പറയുക? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ചർച്ച നടന്നതിന്റെ തൊട്ടടുത്ത ദിവസത്തിൽ തന്നെ പറഞ്ഞ അതേ പത്രമാധ്യമങ്ങളിലൂടെ ചർച്ചയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നതാണ്. ഒരു വിശദാംശം വന്നില്ല, ഇപ്പം വന്നില്ല. നിങ്ങൾ ഈ വർഗീയവാദികൾ തമ്മിൽ പരസ്പരം വർഗീയവാദികൾ നിങ്ങൾ വെറുതെ ഓൺലൈൻ മാത്രം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കാണുന്നതിനാണ് നിങ്ങൾ മാത്രം കാണുന്നത്. വർഗീയവാദികൾക്ക് മാത്രമാണ് കാണാൻ സാധിക്കുക. ഹിന്ദു വർഗീയവാദികളും മുസ്ലിം വർഗീയവാദികളും തമ്മിൽ ചർച്ച നടത്തി എന്നതിന്റെ അപ്പുറത്ത് എന്ത് വാർത്തയാ വന്നേ? ജമാഅത്തെ ഇസ്ലാമി RSS ചർച്ചയിൽ UDFന് മൗനമാണെന്നായിരുന്നു മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ വിമർശനം. RSSനെ പോലെ തന്നെ ഒരു മതരാഷ്ട്രവാദം മുറുകെ പിടിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി RSSുമായി ചർച്ച ചെയ്യുന്ന ഏറ്റവും നാണം കെട്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയത്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് RSS നേതാക്കളുമായി അടച്ചിട്ട മുറിയിലാണ് ജനുവരി മാസം 14 ചർച്ച നടത്തിയത്. ഒരു ഭാഗത്ത് സംഘപരിവാർ വിരുദ്ധ ലേഖനങ്ങൾ, വാർത്തകൾ ഇതൊക്കെ വ്യാപകമായി നൽകുകയും മറുഭാഗത്ത് സംഘപരിവാരുമായി തലയിൽ മുണ്ടിട്ട് ചർച്ച നടത്തുകയും ചെയ്യുന്ന ഏറ്റവും വഞ്ചനാപരമായ സമീപനമാണ് പൊതുവെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് നേരത്തെ ഇങ്ങനെ ചില ചർച്ച നടത്തിയവരെ ശക്തമായി വിമർശിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിരുന്നു. ശക്തമായി ഇത്തരം RSSുമായി ചർച്ച നടത്തിയവരെ വിമർശിക്കുന്ന നിലപാടായിരുന്നു അവർ പ്രസ്താവനയായും ലേഖനങ്ങളായും ഒക്കെ പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ RSS നേതാക്കളായ ഇന്ദ്രേഷ് കുമാർ, രാംലാൽ കൃഷ്ണഗോപാൽ തുടങ്ങിയ നേതാക്കളുമായി ജമാഅത്തെ ഇസ്ലാമിയുടെ ദേശീയ നേതാക്കൾ ചർച്ച നടത്തിയിരിക്കുകയാണ്. ഇത് മുമ്പ് പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി സംഘടനമല്ല സംവാദമാണ് സമാധാനത്തിന്റെ വഴിയെന്ന തലവാചകത്തിൽ ചില ലേഖനങ്ങളും വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ RSSുമായി ചർച്ച ചെയ്താൽ RSS നിലവിലെടുക്കുന്ന നിലപാടിൽ നിന്നും പിറകോട്ട് പോകുമെന്ന് വിശ്വസിക്കുന്നവരല്ല ജമാഅത്തെ ഇസ്ലാമി ദേശീയ നേതൃത്വം. RSSന് നിലപാടുണ്ട്, അതവർ പ്രഖ്യാപിച്ചതാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് ജമാഅത്തെ ഇസ്ലാമിയുടേതായ നിലപാടുണ്ട്, അതും അവർ പ്രഖ്യാപിച്ചതാണ്. രണ്ടുപേരും മതരാഷ്ട്രവാദത്തെ തള്ളുന്നവരല്ല. ജമാഅത്തെ ഇസ്ലാമി RSS ചർച്ചയിൽ UDFന് പങ്കെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അസംബന്ധമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുറന്നടിച്ചു. പിണറായിയും CPMഉം 42 വർഷമായി ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യത്തിലായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. ഞങ്ങൾ RSSനെ ശക്തിയായി എതിർക്കുന്നതാണ്. ഒരു പരിപാടി ഞങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് സംസ്ഥാനത്ത് മുഴുവൻ. രാഹുൽ ഗാന്ധി പറഞ്ഞ RSSനെതിരായ വർഗീയതയ്ക്കെതിരായ പ്രചരണവുമായി ഞങ്ങൾ നടന്നിരിക്കുകയാണ്. ഇത് CPMന് എന്താ അവകാശം? അവര് രഹസ്യമായിട്ട് പോയി ചർച്ച നടത്തിയതല്ലേ. ഞാൻ ഈ പറഞ്ഞത് മുഖ്യമന്ത്രിയെ ഞാൻ വെല്ലുവിളിക്കുന്നു. മുഖ്യമന്ത്രി ശ്രീ എം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ എന്നിട്ടാണ് യോഗ സെന്ററിന് ഭൂമി അനുവദിച്ചു കൊടുക്കാൻ പോയത്. ശ്രീ എമ്മിന് ഈ ശ്രീ എമ്മിന്റെ ഇടനിലക്കാരനായി നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയും കോടിയേരി ബാലകൃഷ്ണനും ഒരു വശത്തും ഗോപാലൻകുട്ടിയും വത്സൻ തില്ലങ്കരിയും മറുവശത്തുമായിട്ടിരുന്ന് ചർച്ച നടത്തി. ഞാൻ വെല്ലുവിളിക്കുന്നു, നിഷേധിക്കട്ടെ മുഖ്യമന്ത്രി. എന്നിട്ടാണ് നമ്മുടെ വെക്കിട്ട് ഡൽഹിയിൽ ഏതോ മുസ്ലിം സംഘടനകളും RSSുമായിട്ട് ചർച്ച നടത്തിയത്. ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്ക് എന്താ കാര്യം? UDFന് കേരളത്തിലെ ചുമ്മാ അങ്ങോട്ട് രാവിലെ പറഞ്ഞേക്കുവാണ്. അപ്പൊ അതിന്റെ പുറകെ എല്ലാവരും പോവും. UDF ഒരു ബന്ധമില്ല, പിന്നെ എന്തിനു വെറുതെ പറഞ്ഞുകൊണ്ടിരുന്ന സത്യമാവോ? സമസ്ത യുവജന വിഭാഗത്തിന്റെ വിലക്ക് ലംഘിച്ച് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഹക്കീം ഫൈസി അതിർശ്ശേരിക്കൊപ്പം നാദാപുരത്തെ വാഫി കോളേജ് ഉദ്ഘാടന പരിപാടിയിൽ സാദിഖ് അലി തങ്ങൾ എത്തി. സമസ്ത പുറത്താക്കിയ ഹക്കീം ഫൈസിയുമായി സഹകരിക്കരുതെന്നായിരുന്നു SYS KSSF സംയുക്ത പ്രസ്താവന. സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ സമസ്ത പുറത്താക്കിയ ഹക്കീം ഫൈസി അതിർശ്ശേരിക്കൊപ്പം നേതാക്കളോ പ്രവർത്തകരോ വേദി പങ്കിടരുതെന്നായിരുന്നു SYS SKSSF സംയുക്ത പ്രസ്താവന. എന്നാൽ വിലക്ക് വന്ന മണിക്കൂറുകൾക്കകം സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റ് കൂടിയായ സാദിഖ് അലി തങ്ങൾ ഹക്കീം ഫൈസിക്കൊപ്പം വേദിയിലെത്തി. നാദാപുരത്ത് വരക്കൽ മുല്ലക്കോയ തങ്ങൾ വാഫി കോളേജിന്റെ ഉദ്ഘാടനവും ചേലക്കാട് ഉസ്താദ് സ്മാരക വഫിയ കോളേജിന്റെ ശിലാസ്ഥാപനവും അദ്ദേഹം നിർവഹിച്ചു. പഠിച്ചെഴുതി പരീക്ഷ പാസ്സാകുന്ന പരമ്പരാഗതമായ ഒരു വിദ്യാഭ്യാസ രീതിയല്ല, മറിച്ച് അത് പഴമയെ നിലനിർത്തിക്കൊണ്ടും ആധുനിക സമൂഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഉള്ള ഒരു പ്രത്യേക സംവിധാനം, പ്രത്യേക എഡ്യൂക്കേഷണൽ സിസ്റ്റം, അതാണ് വാഫിയും വഫിയയും എല്ലാം നമ്മുടെ
പ്രദേശങ്ങളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. സമസ്തയുടെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും പുറത്താക്കിയ ഹക്കീം ഫൈസി അദ്രശ്ശേരി കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്നതിൽ സമസ്ത നേതൃത്വത്തിന് എതിർപ്പുണ്ടായിരുന്നു. ഹക്കീം ഫൈസി നേതൃത്വത്തിൽ ഉള്ള കാലത്തോളം CIC-യുമായി സഹകരിക്കേണ്ടെന്ന തീരുമാനം സമസ്ത പ്രഖ്യാപിക്കുകയും ചെയ്തു. തുടർന്നായിരുന്നു വേദി പങ്കിടുകയോ സഹകരിക്കുകയോ ചെയ്യരുതെന്ന യുവജന വിദ്യാർത്ഥി വിഭാഗത്തിന്റെ പ്രസ്താവന. എന്നാൽ SYS അധ്യക്ഷൻ തന്നെ സംഘടനാ വിലക്ക് ലംഘിച്ചത് ചർച്ചയായിട്ടുണ്ട്. വിലക്ക് ലംഘിച്ച സാദിഖലി തങ്ങൾക്കെതിരെ നടപടിയുണ്ടാവുമോ എന്ന ചോദ്യവും ഉയരുന്നു. നിലപാട് വിശദീകരിക്കാൻ സംസ്ഥാനതല പ്രവർത്തക സംഗമം കോഴിക്കോട്ട് വിളിക്കാനാണ് യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. ന്യൂസ് 18 കോഴിക്കോട്. കൊച്ചിയിൽ യൂത്ത് കോൺഗ്രസ് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചതിന് പിന്നാലെ വീണ്ടും സംഘർഷം. കളമശ്ശേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ വാക്കേറ്റം. ഡാനി പോൾ ചേരുകയാണ് വിവരങ്ങളുമായി. ഡാനി, സാഹചര്യം കൂടുതൽ വഷളാവുകയാണോ? സാഹചര്യം കൂടുതൽ വഷളായിരിക്കുന്നു. ഞാനിപ്പോൾ പോലീസ് സ്റ്റേഷന് മുന്നിലേക്കാണ് പ്രവർത്തകർ എത്തിയിരിക്കുന്നത്. ഇത് അന്വേഷിക്കുവാൻ വേണ്ടി പ്രവർത്തകർക്ക് പരിക്കേറ്റവരും ഈ കൂട്ടത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഇത് അന്വേഷിക്കാൻ വേണ്ടി DCC പ്രസിഡന്റും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും MLA-യുമായ ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയിരുന്നു. അവരെ എത്തുന്നതിന് മുൻപ് അവര് പോലീസ് ഉദ്യോഗസ്ഥർ പിടിച്ച് തള്ളി എന്നാണ് ആക്ഷേപിക്കുന്നത്. ഇവിടെ പോലീസുകാരുടെ നേതൃത്വത്തിൽ ഇവരെ MLA അടക്കമുള്ളവരെ അവരെ തള്ളി മാറ്റി എന്നാണ് പറയുന്നത്. അതിനുശേഷം ഇവിടേക്ക് എത്തിയിരിക്കുകയും അതിനുശേഷം ഇവിടെ ഈ ഒരു പോലീസിന്റെ ഈ നിലപാടിനെ കൃത്യമായ രീതിയിലുള്ള ഒരു ഉത്തരം കിട്ടിയ തീരുവെന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ കുത്തിയിരിപ്പ് സമരത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത്. സ്റ്റേഷന്റെ മുന്നിൽ സ്റ്റേഷന്റെ ഗേറ്റ് ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. അകത്തേക്ക് അടക്കാനുള്ള ഗേറ്റ് അടച്ചിരിക്കുന്നു. അതിനകത്ത് അറസ്റ്റ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കുന്നുണ്ട്. തൊട്ട് മുന്നിൽ ഷാഫി പറമ്പിന്റെ DCC പ്രസിഡന്റിന്റെ എല്ലാം നേതൃത്വത്തിൽ സ്റ്റേഷന് മുന്നിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സ്റ്റേഷന് മുന്നിൽ ഷാഫി പറമ്പിൽ അടക്കമുള്ളവരിവിടെ കുത്തിയിരിക്കാൻ സമരം ചെയ്യാൻ തയ്യാറായിരിക്കുന്നു. അതോടൊപ്പം സ്റ്റേഷന് മുന്നിലുള്ള റോഡിലും പ്രവർത്തകർ കൂട്ടമായിട്ട് തമ്പടിച്ചിട്ടുണ്ട്. തീർത്തും സംഘർഷഭരിതമായ ഒരു അവസ്ഥ. ഒപ്പം തന്നെ പോലീസും ഇവിടെ കൂടുതലായിട്ട് തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സംഘർഷം അത് അതേ തീവ്രതയോടുകൂടി തന്നെ ഇപ്പോൾ പോലീസ് സ്റ്റേഷന്റെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. എത്തിയിരിക്കുന്നു. കൂടുതൽ മുതിർന്ന നേതാക്കൾ, സംസ്ഥാന നേതാക്കളെ അടക്കവർ ഫോണിൽ ബന്ധപ്പെടുന്നുണ്ട്. എന്താണ് തുടർ സമര രീതി എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി അവിടെ ബന്ധപ്പെടുന്നു. ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ ഇപ്പോൾ സ്റ്റേഷന് മുന്നിൽ ഇവിടെ ഇരിക്കുകയാണ്. സമരത്തിലേക്ക് ഇവിടെ സ്റ്റേഷന് മുന്നിൽ അടക്കം പോയിരിക്കുകയാണ്. എവിടേക്ക് അത്തരം ഒരു സംഘർഷം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഡാനി, ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ ഷാഫി പറമ്പിൽ അടക്കമുള്ള നേതാക്കൾ പോലീസ് സ്റ്റേഷനകത്തേക്ക് തള്ളിക്കയറാൻ തടയുകയുമാണ്. ഞാൻ പറയാം ഉൾപ്പെടാത്ത ഒരുത്തരെ ഇവരകത്തേക്ക് കയറ്റാൻ നോക്കുക. അപ്പൊ പിള്ളേർ വന്നിട്ട് ഉൾപ്പെടുത്താത്ത ഒരുത്തനൊക്കെ ഞാൻ അവര് എന്റെ നെഞ്ചത്ത് രാത്രി പൊട്ടിപ്പോയി പറഞ്ഞു കേൾക്കുന്നു. പിന്നെ വേറൊരുത്തൻ ഇവിടെ ഒരുത്തരം ഇപ്പം നിങ്ങൾ ഇവിടെ കാണുന്നത് പേര് നോക്കാൻ മറന്നു. ഇവിടെ എനിക്ക് കണ്ടറിയാം അവന്. ഒരുത്തനെ കൈ പിടിച്ച് വലിച്ചിട്ട് ഇഞ്ഞും തല്ലണത്ര അവന്. അവന്റെ ആ മൊബൈലിൽ ഉണ്ടാവുമല്ലോ വിഷയം. ഞാൻ കാണിച്ചു തരാം. ഞാൻ താഴെ വരാം. ഞാൻ വരാം. നിങ്ങൾ ആ സമരത്തിന്റെ വിഷ്വല് കണ്ടിട്ടുള്ള ആളാ. ഈ കളമശ്ശേരി പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും പോലീസുകാർ ഇവിടെ നിൽക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരാൾക്ക് ഒരു പരിക്കുണ്ടോ? ഏതെങ്കിലും ഒരു പോലീസുകാരന് പരിക്കുണ്ടോ? ഇത്രയും പോലീസ് വാഹനങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു പോലീസ് വാഹനത്തിന്റെ ചില്ലെങ്കിലും ഇതുവരെ താർന്നിട്ടുണ്ടോ? ഒരു ചില്ലെങ്കിലും ഇതുവരെ താർന്നിട്ടുണ്ടോ? അപ്പൊ ഞങ്ങളുടെ സമരത്തിൽ ഈ പറയുന്ന ഒരു അക്രമവും ഉണ്ടായിട്ടില്ല. ബാരിക്കേഡ് ഒന്നും തള്ളൊക്കെ ഉണ്ടായിട്ട് സാധാരണ എല്ലാ സമരത്തിലും ഉണ്ടാവുന്ന പോലെ തന്നെ. പക്ഷെ പോലീസ് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഈ ആളുകളെ ക്രൂരമായിട്ട് ലാത്തി ചാർജ് ചെയ്യായിരുന്നു. ബസ്സിലേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നവന്റെ ബസ്സിന്റെ ഡോർ സ്റ്റെപ്പിൽ വെച്ച് അടച്ച് തല പൊട്ടിച്ചു. ഈ ആളുകൾ മുഴുവൻ എത്ര ആളുകളുടെ കൈ ഒടിഞ്ഞു? നിങ്ങൾ ആശുപത്രിയിലേക്ക് ഇപ്പോൾ പോയി നോക്കണം. കൈ ഒടിഞ്ഞു. ഞാൻ സമരം ഉദ്ഘാടനം ചെയ്ത് പോയ ആളാ. എനിക്ക് ഫോൺ വന്നു. ഞാൻ തിരിച്ചു വന്നപ്പോൾ പ്രവർത്തകർ അറസ്റ്റിലാണെന്ന് പറഞ്ഞു. ഞാൻ സ്റ്റേഷനിലേക്ക് വന്നപ്പോൾ കൈമുട്ടിന്റെ അവിടുന്ന് ഇവിടെ കൈ വിട്ടുപോകുന്ന തരത്തിൽ വലിയ അടി കൊണ്ട് പരിക്ക് പറ്റി കയ്യിൽ വേദന കൊണ്ട് ഒരുത്തനോടെ പൊളയാ. ഞാൻ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നില്ലേ? അപ്പൊ പറഞ്ഞ വണ്ടികളൊക്കെ വരട്ടെ. അപ്പൊ ഈ നിൽക്കുന്നൊന്നും വണ്ടിയല്ലേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ആദ്യം അത് കൊണ്ടുപോകാൻ അവർ തയ്യാറായില്ല.
പിന്നെ ആസ്പത്രി കൊണ്ടുപോകാൻ, പോലീസ് സ്റ്റേഷനിൽ ആസ്പത്രി കൊണ്ടുപോകാൻ ആരും തയ്യാറായില്ല. എന്നിട്ട് പിന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് ബഹളം വെച്ചപ്പോൾ ഒരു വണ്ടി താഴെ വന്നു നിന്നു, ഇവരെ കയറ്റി കൊണ്ടുപോയി. ഇന്ന് ഞാൻ ഉൾപ്പെടെ DC പ്രസിഡന്റ് ഉൾപ്പെടെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന മുഴുവൻ ആളുകൾ ഇവിടെ നിൽക്കുക. ഒരാൾ എവിടെ ഓടിപ്പോയിട്ടില്ല, ഇവിടെ നിൽക്കുക. പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ആളുകളോട് നിൽക്കുമ്പോൾ അവിടെ ഒരു പ്രവർത്തകൻ ഇതിലൊന്നും പെടാത്ത ഒരാൾ ഇവരെ കാണാൻ വേണ്ടി വന്നു. അപ്പൊ അവനോട് ഉള്ളിൽ കയറാന്ന് പറഞ്ഞിട്ട് ബഹളം. അപ്പൊ ആൾക്കാർ പറഞ്ഞ അവൻ അതിന്റെ ഉള്ളിൽ അതിൽപ്പെട്ടവരല്ല, സമരത്തിൽപ്പെട്ടവരല്ല, ഇപ്പൊ വന്ന ആളുകളാണ്. ഞങ്ങൾ സമരത്തിൽപ്പെട്ട നിങ്ങൾ പേര് എഴുതിയെടുത്ത ആളുകളാണ് ഇവിടെ ഉള്ളവർ. ഇവിടെ വന്നവരുടെയൊക്കെ പേരും അഡ്രസ്സും പോലീസ് എഴുതിയെടുത്തിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാളും പോകുന്നില്ല, അല്ലാത്ത ഒരാൾ നിങ്ങൾ കയറ്റിയും വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ വെച്ചിട്ട് തർക്കം നടക്കുമ്പോൾ അത് ഇടപെട്ട് പരിഹരിക്കാൻ വേണ്ടി ഞാനും DC പ്രസിഡന്റ് ഇങ്ങോട്ട് വരിക. ഇങ്ങോട്ടേക്ക് വരുമ്പോ കൈവച്ച് നെഞ്ചിന് തള്ളുക, ലാത്തി വെച്ചിട്ട് ഇവിടെ നിന്നിട്ട് അകത്തേക്ക് ഞാൻ പറഞ്ഞു, ഞാൻ പരിഹരിച്ചോളാം, നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട, ഒരാൾ ഇവിടുന്ന് പോവില്ല എന്ന് പറയുമ്പോ ഒരു പോലീസുകാരൻ താഴെ നിന്നിട്ട് എന്റെ കൈ പിടിച്ച് വലിച്ചിട്ട് കൈ വിടില്ല, അവൻ ഇനിയും തല്ലണം ഇവിടെ ഒരുത്തൻ. ഇപ്പൊ ഇവിടെ നിൽക്കുന്ന നിങ്ങളുടെ സിയുടെ പേരെന്താ, സന്തോഷ്. അവൻ വന്ന് DC പ്രസിഡന്റ് എന്റെ നെഞ്ചില്ല ഇങ്ങനെ കൈവച്ചിട്ടല്ല. ഞാൻ എന്ത് വൃത്തിയോടെ കാണിക്കുന്നു വെച്ചു. നിങ്ങൾ ഇഷ്യൂ ഇവിടെ ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞ് ഇടപെടാൻ വന്ന നമ്മളോട് പോലും അങ്ങേയറ്റം മോശമായി നെഞ്ചിൽ കൈവച്ച് തള്ളുക, ലാത്തി വെച്ച് കുത്തിയ ലാത്തി വരെ പൊട്ടിപ്പോകുന്ന അവസ്ഥയിലേക്ക് വന്നു. ഈ സമരം ചെയ്യുമ്പോൾ അടിക്കുമ്പോൾ കുട്ടികളോട് പറയുന്ന ഇനി സമരം വേണ്ടാന്നാ, ഇനി സമരം വേണ്ടാന്ന്. അത് പോലീസും പിണറായി വിജയനും തീരുമാനിച്ചാൽ നിൽക്കില്ല. അല്ല, ഞങ്ങൾക്കൊരു തീരുമാനം വേണം. രണ്ട് പോലീസുകാർ, ഒന്ന് ഈ പറയുന്ന കൈ പിടിച്ചുപെടുന്നു വലിച്ച് ഇനിയും അടിക്കുന്നു പറഞ്ഞൊരു പോലീസുകാരൻ ഇപ്പൊ ഇവിടെ കാണുന്നില്ല. അവനിവര് മാറ്റിയതാണ് സംശയം. ഞാൻ ഇപ്പൊ നോക്കുന്ന അതാ, അവനവിടെ കാണുന്നില്ല. വീഡിയോ ഉണ്ടാവും. രണ്ട് ഇവിടെ വെച്ചിട്ട് നെഞ്ചിന് കൈവച്ചും ലാത്തി കൊണ്ട് കുത്തിയകറ്റാൻ നോക്കി ഒരുത്തണ്ട് ഇതിനകത്ത്. അവർ രണ്ടുപേർക്കും എതിരെ ഇവിടെ പിന്നെ APC പോലീസ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അവർ പറയട്ടെ എന്താ അവർ ചെയ്യാൻ പോകുന്നത്, എന്താ ചെയ്യാൻ പോകുന്നത് അറിയട്ടെ. എന്നിട്ട് ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ ഞങ്ങളും പറയാം. ഒരു മര്യാദ വേണ്ടേ? അല്ല, ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നേ, പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നേ ഞങ്ങൾ. അതിലൊരു തീരുമാനം ആവട്ടെ, ഇയാൾ പറയട്ടെ. നിങ്ങളിപ്പോ ഇത്രയും പോലീസുകാരെ കണ്ടല്ലോ, ഇതിൽ ആർക്കെങ്കിലും ഒരു പരിക്ക് പറ്റിയത് നിങ്ങൾ കണ്ടോ? നിങ്ങൾ ഇത്രയും പോലീസ് വാഹനം കണ്ടല്ലോ, ഏതെങ്കിലും ഒരു വാഹനത്തിന്റെ ചില്ല് പൊളി നിങ്ങൾ കണ്ടോ? സമരം ഇനി വേണ്ട പോലും. അത് തീരുമാനിക്കുക ഇവരാണോ തീരുമാനിക്കുന്നത് സമരം വേണോ വേണ്ടേന്ന്? നോക്കി നിൽക്കുമ്പോഴാണ് പ്രവർത്തകരെ തല്ലിയത്. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പോലീസിന്റെ ക്രൂരമായ അക്രമമാണ്. യാതൊരു പ്രകോപനവും ഈ സമരത്തിൽ പോലീസിനെതിരെ ഇല്ല. പോലീസിനെ ഒരു പ്രകോപനവും നടത്തിയിട്ടില്ല. നിങ്ങൾ കണ്ടവരാണ്. പുറകു ഭാഗത്ത് സമരത്തിന്റെ പുറകിൽ നിന്നാണ് പോലീസ് വന്നത്. ആസൂത്രിതമായി നേരത്തെ കാലേ കൂട്ടി 100-ലധികം വരുന്ന പോലീസുകാരാണ് പുറകിൽ നിന്ന് വന്ന് ആക്രമിച്ചത്. എല്ലാവരെയും ഓടിച്ചിട്ട് തല്ലുകയാണ്. എല്ലാ ഭാഗത്തും ഓടുന്ന സഹപ്രവർത്തകരെ പോലും ഓടിച്ചിട്ട് തല്ലുന്ന പോലീസിന്റെ സമീപനമാണ് കണ്ടത്. കടയിൽ കയറിയിരുന്ന എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് ആക്രമിച്ചു കൊണ്ടുപോകുക. പോലീസ് ഇടിക്കുകയാണ്. വാഹനത്തിനകത്ത് പോലും വച്ച് ക്രൂരമായി ആക്രമിച്ച് കൈയുടെ ഷോൾഡർ വരെ വിട്ടുപോയ ASUവിന്റെ പ്രവർത്തകരുണ്ട്. ഇല്ല, പോലീസ് എനിക്ക് മർദ്ദനം ഏറ്റിട്ടില്ല. പോലീസിന്റെ ക്രൂരമായ അക്രമമാണ് ഈ സമരത്തിൽ പങ്കെടുത്ത ആളുകൾക്കെതിരായി ഉണ്ടായിട്ടുള്ളത്. ഈ ക്രൂരമായ അക്രമത്തിനെതിരായ അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഇത്. ചോദിച്ച് സ്റ്റേഷനിൽ ഉണ്ടായ സംഭവത്തിൽ പോലും വന്ന MLA അദ്ദേഹത്തെ തടയുകയും കൈവച്ച് കുത്തുകയും ചാറ്റ് വെച്ച് കുത്തുകയും ഒക്കെ ചെയ്യുന്നത് പോലീസിന്റെ ഏത് സമീപനമാണ്? സമരമല്ലല്ലോ ഇവിടെ നടന്നത്. സമരക്കാരെ കാണാനും ഈ പ്രശ്നം പരിഹരിക്കാനുമല്ല വന്നത്. ഇനി സമരം വേണ്ട എന്ന് പറയുകയും MLAയുടെ കൈപിടിച്ച് വലിക്കുന്ന പോലീസുകാരെ അത് വലിക്കും, നിന്റെ കൈപിടിച്ച് വലിക്കും, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയാൻ ഇവരാരാണ്? ഒരു MLAയോട് ഇതാണ് സമീപനം എന്നുണ്ടെങ്കിൽ ഈ പാവപ്പെട്ട പ്രവർത്തകരോട് എന്ത് സമീപനമാണ് സ്വീകരിക്കുന്നത്? തീർച്ചയായിട്ടും പോലീസ് എവിടെയാണ് അവനല്ലേ? അതല്ല, ആ പോലീസുകാരൻ എവിടെയാ? യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. എന്നാലും ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ ഇവിടെ സമരം തുടരുക തന്നെയാണ്. അവർ പറയുന്നത് ഒരു ഘട്ടത്തിൽ കളമശ്ശേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കുത്തിയിരിപ്പ് സമരം തുടരുകയാണ്. പോലീസ് കരുതിക്കൂട്ടി ആസൂത്രിതമായി പ്രവർത്തകരെയും MLAയും നേതാക്കന്മാരെയും എല്ലാം ഒന്നിടവിടാതെ എന്റെ നെഞ്ചിലും കയ്യിലും കൈവച്ച അവർക്കെതിരെ എന്ത് നടപടിയാണ് പോലീസ് എടുക്കുന്നത് ഞങ്ങൾക്ക് അതിന്റെ വിഷ്വൽസ് ഇവിടെ ഉണ്ടാവും. അത് പരിശോധിക്കട്ടെ. അവരിവിടെ ഉണ്ട്, മാറി നിൽക്കാൻ ഇപ്പൊ ഞങ്ങൾക്ക് അറിയാം എന്താ ചെയ്യേണ്ടത്. തീർച്ചയായും യൂത്ത് കോൺഗ്രസ് ഒന്നിടവിടാതെ MLAമാരെയും നേതാക്കന്മാരെയും പ്രവർത്തകരെയും എല്ലാം മനഃപൂർവ്വം കരുതിക്കൂട്ടി ആസൂത്രിതമായി ആക്രമിച്ചു എന്നുള്ളതാണ് ഷാഫി പറമ്പിൽ അടക്കമുള്ള നേതാക്കന്മാർ ഇപ്പോൾ പ്രതികരിക്കുന്നത്. എന്തായാലും ശക്തമായ പ്രതിഷേധ സമരവുമായി അവർ മുന്നോട്ടു പോകുമെന്ന് പറയുന്നു. ഡാനി പോൾ
തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഡാനി, വളരെ പ്രക്ഷുബ്ധമായ സാഹചര്യമാണ് അവിടെ ഉള്ളത്. സമരം കടുപ്പിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. കോൺഗ്രസിന്റെ തന്നെ മുതിർന്ന നേതാക്കളടക്കം അങ്ങോട്ട് എത്തും എന്നുള്ള സൂചനയാണോ ലഭിക്കുന്നത്? ഡാനി, മുതിർന്ന നേതാക്കളടക്കം ഇങ്ങോട്ട് എത്തുമെന്ന് തന്നെയാണ് വ്യക്തമായിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം, മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിലടക്കം, ഇവിടെ DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിലടക്കം ഇവിടെ പ്രവർത്തകർ തുടക്കം മുതൽ തന്നെയുണ്ട്. അദ്ദേഹം മാർച്ചിന് തുടക്കം മുതൽ തന്നെയുണ്ട്. ഇപ്പോൾ കൂടുതൽ പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരല്ല, അതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരും കൂടുതലായിട്ട് മുതിർന്ന നേതാക്കളടക്കം ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ജില്ലയിലെ. കാരണം പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് MLA കയ്യേറ്റം ചെയ്യുന്നു എന്നാണ് ഇവർ ആരോപിക്കുന്നത്, പ്രവർത്തകർ ആരോപിക്കുന്നത്. ഇവിടേക്ക് അകത്തേക്ക് കടക്കാൻ ശ്രമിച്ച, അകത്തേക്ക് വരുമ്പോൾ ഷാഫി പറമ്പിൽ MLAയുടെ നെഞ്ചിന് കൈക്കുകൊണ്ട് കുത്തുകയും അതോടൊപ്പം ലാത്തി കൊണ്ട് തള്ളുകയും ചെയ്തു എന്നാണ് ആക്ഷേപിക്കുന്നത്. MLA തന്നെയാണ് ഇതിന് നേരിട്ട് പറയുന്നത്. DCC പ്രസിഡന്റ് അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു. അതുകൊണ്ട് അത്തരം ഒരു ക്രിയ പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് തന്നെ ജനപ്രതിനിധിക്ക് നേരെ ഈ രീതിയിലുള്ളൊരു അതിക്രമം ഉണ്ടാകുന്നെങ്കിൽ അതിന് തക്കതായ നടപടികൾ ഉണ്ടാകണം. ആരാണ് ഇതിന്റെ ഉത്തരവാദി, ആരുടെ നിർദ്ദേശപ്രകാരം ഇത് ജനപ്രതിനിധികളടക്കം ഇങ്ങനെ തടയുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഷാഫി പറമ്പിലിന്റെയും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെയും നേതൃത്വത്തിൽ പ്രവർത്തകർ ഇവിടെ കുത്തിയിരിക്കുന്നത്. പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടിയിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷന്റെ കവാടം ഏതാണ്ട് ഉപരോധിക്കുന്നു. പോലീസ് സ്റ്റേഷന് അകത്തേക്ക് കടക്കാൻ കഴിയാത്ത രീതിയിൽ തന്നെ പ്രവർത്തകർ ഇവിടെ കൂടിയിരിക്കുന്നു. ഇവിടെ കൂടിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ റോഡിലും കൂടുതലായിട്ട് തന്നെ പ്രവർത്തകർ എത്തിയിരിക്കുന്നു. കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകരടക്കം ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയുമാണ്. അങ്ങനെ സംഘർഷഭരിതമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. വലിയ രീതിയിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ സംസാരമുണ്ടാകുന്നു. അങ്ങനെ വലിയ തർക്കത്തിലേക്ക് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. മുതിർന്ന നേതാക്കളടക്കം ഇതിൽ ഇടപെട്ട് ഇതിൽ സംസാരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഷാഫി പറമ്പിൽ ആവശ്യപ്പെടുന്നത് തനിക്ക് നേരെ കയ്യേറ്റം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ അത് ആരെന്ന് വ്യക്തമാക്കണം, നടപടികൾ ഉണ്ടാകണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. താൻ ഒരു ജനപ്രതിനിധിയാണ്, ഒപ്പം തന്നെയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്, DCC പ്രസിഡന്റ് ഒപ്പം ഉണ്ടായത്. അങ്ങനെ ഈ സമരം നടത്തുന്നവർക്കെതിരെ ഈ രീതിയിലുള്ളൊരു കയ്യേറ്റങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് നേർക്കുനേരുണ്ടാകുമ്പോൾ അതിനെതിരെ തുടർച്ചയായ നടപടികൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇവർ കുത്തിയിരിക്കുന്നത്. ഡാനി, തീരെ ദയയില്ലാതെ, മര്യാദയില്ലാത്ത അക്രമമാണ് MLA എന്നോ പ്രവർത്തകരെന്നോ വേർതിരിവില്ലാതെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ പോലീസ് സംഘം പുറകിൽ നിന്ന് വന്ന് ആക്രമിക്കുകയായിരുന്നു. നേരത്തെ മുകളിൽ നിന്ന് ലഭിച്ച നിർദ്ദേശപ്രകാരം കരുതിക്കൂട്ടി നടത്തിയ ഒരു ആക്രമണം എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്, അല്ലേ? ആ രീതിയിലാണ് യൂത്ത് കോൺഗ്രസ് പരാമർശിക്കുന്നത്. കാരണം നേരത്തെയും ഇവിടെ സമരം നടത്തുമ്പോൾ അതിനെ നേരിട്ട രീതിയും അതിലും പോലീസിന് പരാതിയുണ്ട്. കാരണം ഈ ഇത്തരം ഒരു സാധാരണ രീതിയിലല്ല പോലീസ്, പ്രത്യേകിച്ച് പിറകിൽ നിന്നടക്കം പോലീസ് വളരെ സംഘടിതമായി, വളരെ ആസൂത്രിതമായി തന്നെയാണ് പോലീസ് മുന്നോട്ട് പോയിരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് പോലീസിനെ വിന്യസിപ്പിക്കാനും പോലീസിന് അത്തരം ആ രീതിയിലേക്ക് ഒരു നിർദ്ദേശങ്ങൾ കൊടുക്കാനും തയ്യാറായത് ആരാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് പ്രവർത്തകർ പറയുന്നത്. കൃത്യമായൊരു നിർദ്ദേശമില്ലാതെ പോലീസ് ഈ രീതിയിൽ പ്രവർത്തിക്കില്ല, ഈ രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകില്ല. അതുകൊണ്ട് കൃത്യമായ നടപടികൾ ഈ കാര്യത്തിൽ ഉണ്ടാകണം. പോലീസ് സമരം ചെയ്യരുത് എന്ന് വിദ്യാർത്ഥികളോടടക്കം പറയുന്നതിൽ ആരാണ് ഇവർക്ക് നിർദ്ദേശം നൽകിയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇത് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ സമരം ഇത് കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കുക, കൂടുതൽ പേരിലേക്ക്, കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക എന്നതടക്കമാണ് ഇവർ പറയുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ സമരം മുഖരിതമാക്കാൻ തന്നെയാണ് തീരുമാനം. ഈ ദിവസങ്ങളിലും ഒപ്പം തന്നെയും വൈകുന്നേരവും കൂടുതൽ ശക്തിയാർജിച്ച പ്രതിഷേധ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകുക എന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കൂടുതൽ നേതാക്കളടക്കം ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. തങ്ങൾക്ക് ഇതിൽ കൃത്യമായ ഒരു ഉത്തരവ്, കൃത്യമായ രീതിയിൽ ഈ ഉദ്യോഗസ്ഥൻ ആര് എന്നതും എന്തിന് ഇത് ചെയ്തു എന്നതും കൃത്യമായ രീതിയിലുള്ള ഒരു വിവരം തങ്ങൾക്ക് ലഭിക്കണം, നടപടികൾ ഉണ്ടാകണം. അല്ലാത്തപക്ഷം ഇവിടെ തന്നെ തുടരുക എന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ള പ്രവർത്തകർ. അതനുസരിച്ച് ഇവിടെ കുത്തിയിരിക്കുന്നു. കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് നടന്ന മാർച്ചിൽ
എങ്കിലും വളരെ ആസൂത്രിതമായാണ് പോലീസ് നേരിട്ടതെന്ന ആക്ഷേപമുണ്ടാകുന്നു. സാധാരണ രീതിയിലുണ്ടാവുന്ന ഒരു മാർച്ചിനെ നേരിടുന്ന ലാഘവത്തോടെയല്ല പോലീസ് പെരുമാറിയതടക്കം പോലീസിന് വളരെ ശക്തമായ രീതിയിൽ പോലീസിനെ വളരെ ആസൂത്രിതമായിട്ട് തന്നെ പ്രവർത്തകരെ ഇരുഭാഗങ്ങളിലും പോലീസ് നിലയുറപ്പിച്ചു. പോലീസ് വളരെ തുടക്കം മുതൽ തന്നെ പ്രകോപനമില്ലാതെ ആക്രമിക്കുകയായിരുന്നു എന്നതടക്കമുള്ളതാണ് ഇവരുടെ ഒരു പരാതി. ആ പരാതികൾക്ക് ഒന്നുകൂടി കനം പകരുന്ന രീതിയിലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങൾ. പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് പ്രവർത്തകർ എത്തുകയും അതോടൊപ്പം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെയും MLA യും കൂടിയായ ഷാഫി പറമ്പലിനെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തിരിക്കുന്നതെന്നാണ് ഇവർ പരാതിപ്പെടുന്നത്. ശക്തമായ നടപടികൾ ഇക്കാര്യങ്ങൾ ഉണ്ടായില്ലെങ്കിൽ സമരം തുടരുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടുതൽ പ്രവർത്തകർ കളമശ്ശേരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും ആസൂത്രിതമായ ഒരു ആക്രമണമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഈ വിഷയത്തിൽ ഒരു നടപടി ഉണ്ടാകുന്നതുവരെ കുത്തിയിരിപ്പ് സമരം തുടരാനാണ് എന്തായാലും പോലീസ് സ്റ്റേഷന് മുൻപിൽ ഇപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുന്നത്. മുതിർന്ന നേതാക്കളടക്കം അവിടേക്ക് എത്തുമെന്നുള്ളതാണ് കരുതുന്നത്. മറ്റു വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രിക്കും സർക്കാരിനും രക്ഷാകവചമൊരുക്കാനാണ് ജനകീയ പ്രതിരോധ ജാഥയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പ്രതിരോധ ജാഥ കാസർഗോഡ് ജില്ലയിൽ പര്യടനം തുടരുകയാണ്. ഉദുമ മണ്ഡലത്തിലെ കുണ്ടംകുഴിയിലായിരുന്നു ആദ്യ സ്വീകരണം. കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ കാലിക്കടവ് എന്നിവിടങ്ങളിലെ സ്വീകരണത്തിനു ശേഷം ജാഥ വൈകിട്ട് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കും. പയ്യന്നൂർ, പഴയങ്ങാടി എന്നിവിടങ്ങളിലാണ് കണ്ണൂർ ജില്ലയിലെ ഇന്നത്തെ സ്വീകരണം. പിണറായിക്ക് രാഷ്ട്രീയ രക്ഷാകവചം തീർക്കാനാണ് ജാഥ എന്നാണ്. പിണറായിക്കല്ല, കേരള ഗവൺമെന്റിനാണ്. അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഉദ്ദേശിക്കുന്നുണ്ട്. രക്ഷാകവചം തീർക്കാൻ തന്നെയാണ്. അത് പിണറായി എന്ന രീതിയിൽ അതിനെ പരിമിതപ്പെടുത്തേണ്ടതില്ല. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച്, ഗവൺമെന്റിനെ സംബന്ധിച്ച് ആവശ്യമുള്ള രക്ഷാകവചം തന്നെയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ ജനപക്ഷ ജാഥക്ക് BJPയിലും അതുപോലെ തന്നെ കോൺഗ്രസിലും ഒക്കെ അസ്വസ്ഥത സ്വാഭാവികമാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രയാസങ്ങളൊന്നും തന്നെ ഇല്ല. ADMന് തണലൊരുക്കുന്ന മന്ത്രി. കോട്ടയം ADM ജിനു പൊന്നൂസിന്റെ വാഹന ദുരുപയോഗം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന മന്ത്രിയുടെ വാദം കളവെന്ന് രേഖകൾ. ജിനു പൊന്നൂസിനെതിരെ റവന്യൂ മന്ത്രിക്ക് നൽകിയ പരാതിയുടെയും അതിന് ലഭിച്ച മറുപടിയുടെയും പകർപ്പ് News 18 ലഭിച്ചു. നേരത്തെയും സംഭവത്തെക്കുറിച്ച് അറിയില്ല എന്ന മന്ത്രി K രാജൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. കോട്ടയം ADM ജിനു പുന്നൂസ് നടത്തിയ അനധികൃത യാത്രയിലെ അന്വേഷണം ADM തന്നെ അട്ടിമറിച്ചത് News 18 പുറത്തുവിട്ടിരുന്നു. ADMനെതിരെ വന്ന അന്വേഷണം ADM തന്നെ അന്വേഷിച്ച് സ്വയം ക്ലീൻ ചിറ്റ് നൽകുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് സംഭവത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് റവന്യൂ മന്ത്രി K രാജൻ ഇന്നലെ പ്രതികരിച്ചത്. എന്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതിൽ ആവശ്യമായിട്ടുള്ള റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൃത്യമായ മറുപടി. ഇനി ഈ ജനുവരിയിൽ റവന്യൂ മന്ത്രിക്ക് ലഭിച്ച ഈ പരാതി കാണുക. ADM ജിനു പുന്നൂസിന്റെ അനധികൃത യാത്രയെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെടുന്ന പരാതിയാണിത്. പരാതി ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് കൈമാറിയതായി ജനുവരി 16 മന്ത്രിയുടെ ഓഫീസ് മറുപടി പറയുകയും ചെയ്യുന്നു. അതായത് ഔദ്യോഗികമായ പരാതി ലഭിച്ച സംഭവത്തിലാണ് ഇന്നലെ പ്രതികരിച്ചപ്പോഴും താനൊന്നും അറിഞ്ഞില്ല എന്ന് മന്ത്രി പറഞ്ഞത്. ഇനി ജനുവരിയിൽ തന്നെ K രാജൻ കോട്ടയത്ത് നടത്തിയ ഈ പ്രതികരണം കാണുക. സർക്കാരിന്റെ മുമ്പിൽ അങ്ങനെ പ്രത്യേകമായ ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല. സർക്കാരിന്റെ മുമ്പിൽ വരുന്ന മുറയ്ക്ക് ഞങ്ങൾ ആ കാര്യത്തിൽ പരിശോധന നടത്തുന്നതാണ്. ഞാൻ എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്റെ കാര്യവും റവന്യൂ വകുപ്പിന്റെ കാര്യമാണ് പറഞ്ഞത്. എന്റെ മുമ്പിൽ രേഖാമൂലം ഒരു പരാതി വന്നിട്ടില്ല. വരുന്ന ഘട്ടത്തിൽ നമുക്ക് നോക്കാവുന്നതാണ്. തനിക്കൊന്നും അറിയില്ല എന്നാണ് മുൻപും മുഴുവൻ മാധ്യമങ്ങളെയും സാക്ഷിയാക്കി മന്ത്രി പറഞ്ഞിരുന്നത്. ആർക്കു വേണ്ടിയാണ് റവന്യൂ മന്ത്രി ഈ ഒളിച്ചുകളി നടത്തുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അനധികൃത യാത്ര എന്നതിനപ്പുറം മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ച അന്വേഷണം അട്ടിമറിച്ച ആളിനെ റവന്യൂ മന്ത്രി സംരക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇമ്മാനുവൽ തോമസിനൊപ്പം G ശ്രീജിത്ത്, News 18 കോട്ടയം. ഡോക്ടർ ബൈജു ഭായ് സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായേക്കും. സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറാണ് ബൈജു ഭായ്. ഗവർണർക്ക് സമർപ്പിക്കേണ്ട 3 അംഗ പാനൽ സർക്കാർ തയ്യാറാക്കി.
ഗുണ്ടാവേട്ടയും പോലീസ് ക്രിമിനൽ ബന്ധവും ചർച്ചയായിരിക്കെ സംസ്ഥാന പോലീസ് മേധാവി വിളിച്ച ഉന്നതതല യോഗം തുടരുന്നു. പോലീസ് ആസ്ഥാനത്ത് നടക്കുന്ന യോഗത്തിൽ ജില്ലാ പോലീസ് മേധാവിമാരും DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. ഗുണ്ടാവേട്ട, ലഹരി വിരുദ്ധ പ്രവർത്തനം, ക്രിമിനൽ ബന്ധമുള്ള പോലീസുകാർക്കെതിരായ നടപടി തുടങ്ങിയവയെല്ലാം യോഗത്തിൽ ചർച്ച ചെയ്യും. ഗുണ്ടകളെയും പിടികിട്ടാപ്പുള്ളികളെയും പിടികൂടാനായി ഇതുവരെ ഓരോ ജില്ലയിലും സ്വീകരിച്ച നടപടികൾ വിലയിരുത്തും. ചില ജില്ലകളിൽ നടപടികൾക്ക് വേഗം കുറവാണെന്ന് പോലീസിനുള്ളിൽ വിമർശനമുണ്ട്. അക്കാര്യങ്ങളിൽ ജില്ലാ പോലീസ് മേധാവിമാരോട് DGP വിശദീകരണം തേടും. ക്ഷേത്ര ഭരണ സമിതികളിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ ഉൾപ്പെടുത്തുന്നത് വിലക്കി ഹൈക്കോടതി. മലബാർ ദേവസ്വത്തിന് കീഴിലുള്ള ഒറ്റപ്പാലം പൂക്കോട്ട് കാളിക്കാവ് ക്ഷേത്ര ഭരണസമിതിയിൽ CPM പ്രാദേശിക നേതാക്കളെ അംഗങ്ങളായി തെരഞ്ഞെടുത്തതിനെതിരായ ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ്. ഡിവൈഎഫ്ഐ രാഷ്ട്രീയ സംഘടനയല്ലെന്ന വാദവും കോടതി തള്ളി. CPM ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാക്കളായ അശോക് കുമാർ, രതീഷ്, പങ്കജാക്ഷൻ എന്നിവരുടെ തെരഞ്ഞെടുപ്പ് അസാധുവാണെന്നും കോടതി കണ്ടെത്തി. ക്ഷേത്രത്തിലെ ഒരു വിഭാഗം ഭക്തർ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് അനിൽ K. നരേന്ദ്രൻ, അജിത് കുമാർ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. ക്ഷേത്രങ്ങളിലെ പാരമ്പര്യേതര ട്രസ്റ്റിമാരായി സജീവ രാഷ്ട്രീയ പാർട്ടി ഭാരവാഹികളെ നിയമിക്കരുതെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ആദിവാസി യുവാവ് വിശ്വനാഥന്റെ മരണത്തിൽ മനുഷ്യാവകാശ കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥനായ ACP K. സുദർശനാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. 100-ലധികം പേരുടെ മൊഴി രേഖപ്പെടുത്തിയെന്നും ചിലരെ കൂടി തിരിച്ചറിയാനുണ്ടെന്നും ACPയുടെ റിപ്പോർട്ടിൽ പറയുന്നു. കാണാതായ ദിവസം വിശ്വനാഥനുമായി സംസാരിച്ച 8 പേരുടെ മൊഴിയെടുത്തതായും റിപ്പോർട്ടിലുണ്ട്. കോഴിക്കോട് നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവത്തിൽ 2 പേർ പോലീസ് കസ്റ്റഡിയിൽ. പെൺകുട്ടിയുടെ സുഹൃത്തുക്കളായ എറണാകുളം സ്വദേശികളെയാണ് കസബ പോലീസ് പിടികൂടിയത്. നഗരത്തിലെ ലോഡ്ജിൽ വെച്ച് നിർബന്ധിച്ച് മദ്യം നൽകി പീഡിപ്പിച്ചുവെന്നാണ് പരാതി. ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതികളെ കോഴിക്കോട് നഗരത്തിൽ നിന്ന് തന്നെയാണ് പോലീസ് പിടികൂടിയത്. വൈദ്യപരിശോധനയിൽ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടുവെന്ന് വ്യക്തമായിട്ടുണ്ട്. കോഴിക്കോട് പോക്സോ കേസിലെ പ്രതിയായ റിട്ടയർഡ് SIയെ ഇരയുടെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വിരമിച്ച SI KP ഉണ്ണിയെ ഇരയുടെ വീടിന്റെ കാർ പോർച്ചിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 2021 8 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് കേസ്. കേസിൽ അറസ്റ്റിലായി ഇയാൾ ജയിലിലായിരുന്നു. അറസ്റ്റിലായ ശേഷം പിന്നീട് ജാമ്യം ലഭിച്ചിരുന്നു. കാട്ടാന ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ട സുള്ളിക്കടമ്പയിൽ ആനയെ പിടികൂടാൻ വനം വകുപ്പിന്റെ പ്രത്യേക സംഘമെത്തി. ഓപ്പറേഷൻ എലിഫന്റ് എന്നാണ് ദൌത്യത്തിന്റെ പേര്. ദൌത്യത്തിൽ പ്രത്യേക പരിശീലനം നേടിയ 5 ആനകളുണ്ട്. ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പേരെടുത പാൽ സൊസൈറ്റി ജീവനക്കാരായ രഞ്ജിത, രമേശ് റായ് എന്നിവരാണ് ഇന്നലെ മരിച്ചത്. പുലർച്ചെ പാൽ സൊസൈറ്റിയിലേക്ക് പോവുകയായിരുന്ന രഞ്ജിതയെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. രഞ്ജിതയുടെ കരച്ചിൽ കേട്ട് രക്ഷപ്പെടുത്താനായി രമേശ് റായ് എത്തുകയായിരുന്നു. ഇന്നലെ സ്ഥലത്ത് വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു.